ഹലോ പങ്കാളികളെ, ആണ്ടെ ഇന്ന് വൈകിട്ട് കിട്ടിയ സാധനം. ഹലോ പങ്കാളികളെ, പങ്കാളി എത്തിയിട്ടുണ്ടേ. ഞങ്ങളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയപ്പം ഒരു ചെറിയ ലക്ഷ്യമായിട്ട് ഇറങ്ങിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൂണ്ടയിടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, സ്റ്റിക്ക് എറിയാനും അത് പിടിക്കുന്ന കാണാനും ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് പിടിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇത് മേടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത കുറച്ച് പേരുണ്ട്. അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു 2 പേരെ പറഞ്ഞിട്ടുള്ളൂ, 500 പേരൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. 2 ചേട്ടന്മാർ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ഇതുപോലെ സാധനം 14,000 രൂപയുടെ സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ വകുപ്പൊന്നും നമുക്കറിയത്തില്ല, നീ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് ലിങ്ക് അയച്ചതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇടുമ്പോൾ ആ ചേട്ടന്മാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം അവർ പറഞ്ഞു ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് അതിൻ്റെ ലിങ്ക് ഇട്ടതാ, എങ്ങനെ അതിൻ്റെ വകുപ്പ് എവിടെ എറിയേണ്ടത്, എങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യവും അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് ലിസാർഡാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, 11 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്, നല്ല ലോങ് കാസ്റ്റൊക്കെ കിട്ടും. പിന്നെ ബ്രൈഡ്, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 350 രൂപ വിലയുള്ളൂ കേട്ടോ ഈ ബ്രൈഡിന്. ഒരു തുടക്കക്കാരനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രൈഡാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തത് 28 mm ആണ്, 40 LB. അപ്പം നിങ്ങൾ എടുക്കുമ്പം കുറച്ചും കൂടി അപ്പോൾ ചെറിയ ഫ്രോ ഒക്കെ എറിയാൻ പറ്റുന്ന രീതിയിലുള്ള, അപ്പം ഈ 28 എടുക്കുമ്പോഴത്തേക്ക് ലോങ് കാസ്റ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പം ഒരു 24 ഒക്കെ എടുത്താൽ മതി, 24 mm ഒക്കെ എടുത്താൽ മതി. അപ്പം ചെന്ന് പറയുമ്പോൾ 24 mm 40 LBയുടെ ലൈൻ തരാൻ പറഞ്ഞാൽ മതി, ബ്ലൈഡ് തരാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു തരും. അപ്പോൾ അതെടുക്കാമെങ്കിൽ കുറച്ചുകൂടെ ലോങ് കാസ്റ്റ് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും ഇത് ഇച്ചിരി കനം കൂടുതലാണ്. ഇത് ചെറുമീനും മറ്റേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വാഹയൊക്കെ അടിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ കട്ടി കൂടുതലുണ്ട്, അതുകൊണ്ട് പൊട്ടത്തില്ല എന്നും പറഞ്ഞിട്ട് പോയി കനമുള്ളതൊന്നും മേടിച്ചിട്ട് കാര്യമില്ല, ലോങ് കാസ്റ്റ് കിട്ടിയില്ലേ കാര്യമില്ല. നമ്മൾ കരയിൽ നിന്ന് ഒരു ശകലം മുന്നോട്ട് എറിയാനേ പറ്റത്തുള്ളൂ, വലിയ ദൂരമൊന്നും പോകത്തില്ല. അപ്പോൾ കനം കുറഞ്ഞത് തന്നെ എടുക്കണം, അത്യാവശ്യം നല്ല ബ്രൈഡും ആയിരിക്കണം. ഇതിപ്പം 350 രൂപയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രൈഡാണ്, അത്ര വലിയ ഗെറ്റപ്പൊന്നും പറയാനില്ല, അത്യാവശ്യം യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിത് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പം, ഏത് ബ്രൈഡാണെങ്കിലും കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തേയും, ഈ ഭാഗമൊക്കെ തേയാൻ തുടങ്ങും. അപ്പോൾ തേയാൻ തുടങ്ങുമ്പോൾ നമ്മൾ അഴിച്ച് ഇട്ടിട്ട് നോക്കണം എവിടെ വരെ തേഞ്ഞിട്ടുണ്ട്. ആ തേഞ്ഞ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ കെട്ടി സെറ്റ് ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10-400 രൂപയുടെ ഫ്രോഗും പോകും, നമ്മുടെ മീനടിച്ചാൽ മീനും പോകും. മീനടിക്കുമ്പോഴായിരിക്കുമല്ലോ പോകും, അല്ല എവിടെയെങ്കിലും കുരുങ്ങിയാലും ആ ഫ്രോഗ് പോയി കിട്ടും, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രൈഡ് കട്ട് ചെയ്തിട്ട് എത്രയും തേഞ്ഞിരിപ്പുണ്ടോ അത്രയും തേഞ്ഞത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി കെട്ടണം. അതിപ്പോൾ 2 ദിവസം കൂടി നമ്മൾക്ക് സ്ഥിരമായിട്ട് പോകുന്നുണ്ട്, 2 ദിവസം കൂടി ഇരിക്കും കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് തുടക്കം പറയാനുള്ളത്. അപ്പോൾ ഇനി കാസ്റ്റ് ചെയ്യുന്നതിനകത്തോട്ട് പറയാം. അപ്പം റീലും കാര്യങ്ങളും അത് റിലീസ് ചെയ്യാനും ലോക്കിടാനും ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അഥവാ നമുക്ക് മീൻ അടിച്ച് കഴിയുമ്പം നമ്മുടെ ഈ ലോക്ക് എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ. എന്താണെന്നറിയോ, ഇത് ഊരി കിടക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഫ്രോഗ് പോക്കാം. അങ്ങനെ എനിക്ക് പണി കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കാസ്റ്റിങ്ങിനകത്തോട്ട് പോകാം. അപ്പം റിലീസ് ചെയ്യാണ്. ഒരു മാക്സിമം ഇത്രയും ഒരു സെറ്റപ്പിൽ നമ്മൾ പിടിച്ചേക്കുന്നുണ്ടല്ലോ, അതൊക്കെ അറിയാമായിരിക്കും. ഓവറാക്കുന്നില്ല ഞാൻ, റിലീസ് ചെയ്യുന്നു. മേളിൽ സൈഡിലൊക്കെ മരമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് എറിഞ്ഞ് ആ വിരലങ്ങ് മാറ്റുക. എന്നിട്ട് ഈ വലിക്കുന്ന കൂട്ടത്തിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വലിക്കുന്നുണ്ടല്ലോ, ഇത് വലിക്കുമ്പം ഇതിപ്പം ഇങ്ങനെ വരുന്നത്, വലിയ ആക്ഷനൊന്നും ഇല്ലാതാണ് വരുന്നത്, കണ്ടില്ലേ, കാണാൻ വരുന്നുണ്ടല്ലോ, വലിയ ആക്ഷനൊന്നും ഇല്ലാതെ വരുന്നത്. ഇനി അടുത്തത് നോക്കിക്കോണേ, ഇതൊന്ന് നോക്കിക്കോണം, ആക്ഷൻ ഉണ്ടോന്നേ. ഇവിടെ മീനടിയൊക്കെ ചാൻസ് കുറേ കാര്യം, ഇവിടെ വലയിടുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വിളിച്ചിട്ട് തെളിച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, നമ്മളിതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ. അപ്പം ഒരുപാട് പേർക്ക്, കുറച്ച് പേർക്കെങ്കിലും, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറേ നേരം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൈ അടിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കൈ അടിക്കുന്നവർക്കുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, നൈസ് പരിപാടിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കാസ്റ്റ് ചെയ്തു വലിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ വിരലുണ്ടല്ലോ, ഈ വിരൽ, ഈ ചൂണ്ടുവരൽ നമ്മളിതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഇതിനകത്തും കൂടി, അതായത് ഈ ഒരു ഹാൻഡിലിനകത്തൂടെ നമ്മുടെ ഈ വിരൽ ഇങ്ങനെ കയറ്റിയിട്ട് വേണം. അല്ലാതെ ഈ അറ്റത്തൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അടിച്ച് കഴിയുമ്പോൾ വലിക്കുമ്പോൾ ഈ ഹാൻഡിൽ ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞ് കയ്യിലിരിക്കും, അതായത് ഇവിടെ ഭാഗം വെച്ച് ഒടിഞ്ഞ് കയ്യിലിരിക്കും. അപ്പോൾ ഇത് മാക്സിമം ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചേക്കണം, ഇതുണ്ടല്ലേ, ഇങ്ങനെ പിടിച്ചേക്കണം. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വൈബ്രേഷൻ ഉണ്ടാവണം, അതായത് ഒരു തവള വരുന്ന പോലെ നമുക്ക് തോന്നണം, നമുക്കല്ല വരാലിന് തോന്നണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിരൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഈ നൂല് വന്നിട്ട് ഈ വിരലിൽ തട്ടി കഴിയുമ്പോൾ ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ടാവും, ഇത് കണ്ടില്ലേ. ഇങ്ങനെ ഒരു തുമ്പത്ത് കൊടുത്താൽ മതി, ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇങ്ങനെ സ്പീഡിൽ വലിക്കാന്നുണ്ടെങ്കിൽ
വിരലിങ്ങനെ തട്ടുമ്പോൾ നോടെ നോക്കിക്കോണേ. അത് കണ്ടോ, ഒരു തവള വരുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യും. അല്ല, വരാലും ഫീൽ ചെയ്യും. കണ്ടോ, ഇങ്ങനെ വരും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചോദിച്ചൊരു കാര്യം ശരിയാണ്. കാര്യം ഇപ്പോൾ പുഞ്ചയിൽ വന്നു കഴിഞ്ഞാൽ എല്ലായിടവും മീനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നിൽക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടാവും. അത് ഇപ്പം നമ്മൾ ഇവിടെ ഈ വല കിട്ടേക്കുന്ന ഭാഗത്തൊന്നും വലിയ ചാൻസ് ഇല്ല. എങ്കിൽ പോലും ഇതുപോലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പായലിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ കുളവാഴയാണെങ്കിൽ കുളവാഴ, പായലാണെങ്കിലും പായലിൻ്റെ മണ്ടയ്ക്ക്, അല്ലെങ്കിൽ പുല്ലിൻ്റെ മണ്ടയ്ക്ക്, മാക്സിമം അതിൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞ് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ റിട്രീവ് ചെയ്യാൻ. ഇത് വേണം. എന്നിട്ട് വെള്ളത്തിലോട്ട് വലിച്ചിറങ്ങണം. അങ്ങനെയുള്ളപ്പോൾ ഈ പായലിൻ്റെ അടിയിലായിരിക്കും കൂടുതൽ സാധനം നിൽക്കാൻ ചാൻസ്. അപ്പം തെളിഞ്ഞ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യും. പിന്നെ നിൽക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ടില്ലേ, അതുകൊണ്ട് അതുപോലുള്ള പായലിൻ്റെ ഭാഗം സൈഡ് ചേർന്ന്, അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് കണ്ടില്ല, അതുകൊണ്ട് ഈ പായലിൻ്റെ ഈ മൂലഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ, അതുകൊണ്ട് ഈ മൂലഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ കൂടുതലും വരാലടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഇപ്പം നാണ്ട ഒരു മീൻ അടിച്ചെന്നിരിക്കട്ടെ. ഇപ്പം നാണ്ട ഇവിടെ എത്തുമ്പോൾ ഒരു മീൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അവനൊന്ന് വിഴുങ്ങാനുള്ള ഒരു ടൈം, അടിക്കുമ്പോൾ തന്നെ അവൻ വിഴുങ്ങും. ഒരു 2 സെക്കൻഡ്, അതിൽ കൂടുതൽ വേണ്ട, ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ഹുക്ക് കൊടുക്കുക. അപ്പോൾ തന്നെ കൊളുത്തിക്കോളും. ചിലതൊക്കെ മിസ്സാവും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം കയറണമെന്നൊന്നുമില്ല, അടിക്കുന്നതെല്ലാം കരയിൽ കയറണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഹുക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മാക്സിമം സാധനം കയറാനുള്ള ചാൻസ് കൂടും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു വരാലിൻ്റെ വരാലോ ചെറുമീനോ എന്തിൻ്റെങ്കിലും ഫോളോ, അതായത് പുറയിൽ വരും, അടിക്കാനായിട്ട് വരുമ്പം നമ്മളിത് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവൻ അടിക്കത്തില്ല. പിന്നെ അന്ന് അടിക്കാനും ചാൻസ് കുറവാണ്. ഒരിക്കലും നിർത്തി കൊടുക്കരുത്. മിസ്സ് ആയിക്കോട്ടെ എന്ന് വെച്ച് തന്നെ നമ്മൾ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മളിപ്പം ഇങ്ങനെ വരുന്നു, ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞിരിക്കുക, അന്നേരം നമ്മൾ നിർത്തരുത്. ഇങ്ങനെ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ആക്റ്റീവായിട്ടുള്ള സാധനങ്ങളായിരിക്കും അവർ അടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് നിർത്തി കൊടുത്താൽ പിന്നെ അത് അടിക്കത്തില്ല. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ശരിക്കും കാസ്റ്റ് ചെയ്യേണ്ട അപ്പുറത്തെ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ സാധനം ഉണ്ടാകും, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ അവിടെ വെള്ളം അധികം തെളിഞ്ഞാണെന്നൊന്നും എനിക്കറിയത്തില്ല, പായലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് തെളിഞ്ഞ ഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് കാണിച്ചത്. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഫ്രോഗ് എപ്പോഴും സോഫ്റ്റായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞ 100-150 രൂപയുടെയൊക്കെ സാധനം മേടിച്ചുകൊണ്ട് വന്ന് എറിഞ്ഞിട്ട് അടിക്കും. പക്ഷേ ഹുക്കപ്പാകാൻ ഭയങ്കര പാടാണ്. കാര്യം എപ്പോഴും റബ്ബർ ക്വാളിറ്റി എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം. റബ്ബർ സോഫ്റ്റ് ആയിരിക്കണം. ഒരു പൊക്ക സോഫ്റ്റ് ഒന്നും ഉദ്ദേശിക്കേണ്ട വിചാരിക്കേണ്ട, അത്ര സോഫ്റ്റ് ഒന്നും എടുക്കേണ്ട, പായലിലേക്ക് ഉടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര കട്ടിയുള്ള സാധനം മേടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഫ്രോഗ് ഏതാ മേടിക്കാൻ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെം ഫ്രോഗ് നല്ലതാണ്. പിന്നെ മാമ്പ, ബോൾട്ട്, അങ്ങനെയൊക്കെയുള്ള നല്ല ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് 350 രൂപ 400 രൂപയൊക്കെ വില ഉണ്ടാവും. പിന്നെ സിൽക്കിയുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല റിസൾട്ട്. അതായത് ഈ സിൽക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹുക്കപ്പ് പോലും കൊടുക്കണ്ട, വരാതെ തന്നെ അടിച്ച് ഹുക്കപ്പാക്കും. ആ ഒരു അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് സിൽക്കി. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ മേടിക്കുക. അപ്പോൾ ഇന്നിനി മീൻ അടിക്കുകയാണെങ്കിൽ ആ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ അറിയാത്തവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ. പുതിയ ചൂണ്ടഭ്രാന്തന്മാർ പുനർജനിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ, അപ്പോൾ പങ്കാളികളെ, ഇതാണ് നമ്മുടെ ടെറിട്ടറി. നാണ്ട് ഈ പായലിൻ്റെ അടിയിലെല്ലാം നമുക്ക് വരാൽ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വിരലിൽ നമ്മൾ ആ ഒരു വൈബ്രേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്റ്റിക്കിനും കൂടെ കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടി വൈബ്രേഷൻ ഉണ്ടാവും. കണ്ടില്ലേ, ഞാൻ സ്റ്റിക്കും കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ആ വിരലും അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടി ഉറപ്പായിട്ട് നടക്കും. അവിടെ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. The strike, fish on. ചെറുതാട്ടോ, എന്നൊരു ഫൈറ്റ് കൊള്ളാം. എന്നിട്ട് അടിപൊളിയായിരുന്നു. തീരെ ചെറുതൊന്നുമല്ല.
നമ്മുടെ ലിസാർഡിലാട്ടോ അടിച്ചേ. നമ്മുടെ ലിസാർഡാണ് ഫ്രോഗ്. പ്രതീക്ഷ, ക്ഷമ എപ്പോഴും നമുക്ക് വേണം. അടുത്തതിനടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. അടിച്ചില്ലെങ്കിൽ ക്ഷമിക്കുകയും വേണം. വയലൻ്റായിട്ട് യൂണ്ടയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് പോകരുത്. അടുത്തതിനടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വേണം നമ്മളെപ്പോഴും കാസ്റ്റ് ചെയ്യാൻ. പിന്നെ വയറ്റിഭാഗ്യം കൂടെ വേണം, അത് വേറൊരു സത്യം. സ്ട്രൈക്ക്, ഫിഷ് ഓൺ. എൻ്റെ മോനെ ആ കിടക്കുന്നു. വയറ്റിഫാക്കിയിട്ടില്ല. പോയതിനെ ആലോചിച്ച് നമ്മൾ വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ അടുത്ത പരിപാടിക്ക് ഇറങ്ങുക എന്നുള്ളേ ഉള്ളൂ. നമുക്കുള്ളത് വേറെ വഴി വരും. Follow. ഓ, അത് അവിടുന്ന് ഫോളോ ചെയ്ത് തോന്നി കേട്ടോ. സ്ട്രൈക്ക്, ഫിഷ് ഓൺ. പായലിൻ്റെ അപ്പുറത്താട്ടോ അടിച്ചേ. കേറി സൈസ് ആണ് കേട്ടോ. വരുന്ന വരക്കം കണ്ടില്ലേ, ഹെവി സാധനം. ആടന്മാരല്ലേ, ഇത്രയും സൈസ് ആടന്മാരല്ലേ എൻ്റെ പൊന്നു. ചെറുതായി. ഹലോ പങ്കാളികളെ, ആണ്ടെ ഇന്ന് വൈകിട്ട് കിട്ടിയ സാധനം. മൂന്നെണ്ണേ ഉള്ളു. പക്ഷേ അതാണ്ട് ഒരെണ്ണം 1.5 ഐറ്റമാണ് കേട്ടോ. ഹെവി സാധനം. പോലെ പണിയുണ്ട്. ചെറിയൊരു ഫിഷിങ് വൈകിട്ടുണ്ട്. പൊളിച്ചില്ലേ?